വീറും വാശിയും നിറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിന് ഇന്ന് കൊട്ടിക്കലാശം. ആവേശത്തോടെ മുന്നണികൾ 20-ന് വോട്ടെടുപ്പ്. ചിലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്നും കണ്ടെത്തണമെന്ന സർക്കാർ നിലപാടിൽ ആശങ്കയോടെ ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം അടച്ചുപൂട്ടേണ്ടിവരുമെന്ന് അധികൃതർ. അതിരപ്പിള്ളി പൊകലപ്പാറയിൽ റോഡിലിറങ്ങി കാട്ടാനകൾ. MLA-യുടെ അടക്കം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിയത് മണിക്കൂറുകളോളം. കുന്നംകുളം കുറുക്കൻപാറയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. മല്ലാട് സ്വദേശി മൻസൂറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും തുറക്കാനാകാതെ അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ്. കെട്ടിടത്തിന്റെ ചോർച്ചയും വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. വാർത്തകൾ വിശദമായി. വീറും വാശിയും നിറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിന് ഇന്ന് കൊട്ടിക്കലാശം. 35 നാൾ നീണ്ട പരസ്യപ്രചരണത്തിനാണ് ഇതോടെ സമാപനമാകുക. വൈകിട്ട് 6-ന് പരസ്യപ്രചരണം അവസാനിക്കും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണാഭമായ പ്രകടനം സുൽത്താൻപേട്ട വഴി സ്റ്റേഡിയം സ്റ്റാൻഡിൽ സമാപിക്കും വിധത്തിലാണ് കൊട്ടിക്കലാശം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രചരണത്തിന് കൊഴുപ്പേകാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖ നേതാക്കളും മണ്ഡലത്തിലെത്തിയിരുന്നു. പി സരിന്റെയും സന്ദീപ് വാര്യരുടെയും രാഷ്ട്രീയ കൂറുമാറ്റം, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ട്രോളി വിവാദം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുറുപ്പുഷീട്ടായി ഓരോ മുന്നണികളും ഉയർത്തിക്കാട്ടുമ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാവുകയാണ്. 3 മുന്നണികൾക്കും സീറ്റ് നിലനിർത്താൻ UDF-ഉം പിടിച്ചെടുക്കാൻ LDF-ഉം അട്ടിമറി വിജയം നേടാൻ BJP-യും അവസാനവട്ട പ്രചരണത്തിലാണ്. നാളെയാണ് നിശബ്ദ പ്രചരണം. 20-നാണ് വോട്ടെടുപ്പ്. സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ശമ്പളവും പെൻഷനും മറ്റ് ചിലവുകളും സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന ധനകാര്യ വകുപ്പിന്റെ നിലപാടിൽ ആശങ്കയോടെ ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം. കലാനിലയം ഉൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 200ഓളം സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ചിലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്നും കണ്ടെത്തണമെന്ന നിലപാട് സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കലാനിലയത്തിന് വെല്ലുവിളിയാകും. സർക്കാരിൽ നിന്നും ഗ്രാന്റായി ഓരോ വർഷവും അനുവദിക്കുന്ന 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്ഥിരം ജീവനക്കാർ അടക്കം 16 പേർക്കുള്ള ശമ്പളവും വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈഫൻഡും നൽകി വരുന്നത്. ഇത് തന്നെ കൃത്യസമയത്ത് കിട്ടാറില്ലെന്ന് കലാനിലയം അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ 7 മാസത്തെ ശമ്പളവും മറ്റും കുടിശ്ശികയാണ്. കഥകളി ട്രൂപ്പിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് തനത് വരുമാനമായി കലാനിലയത്തിനുള്ളത്. ഈ സീസണിൽ മാത്രം 100ഓളം അരങ്ങുകൾ കിട്ടിയെങ്കിലും എല്ലാ വർഷവും പ്രതീക്ഷിക്കാനാവില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നു. 1965 നിർമ്മിച്ച ഹാള് ദയനീയ അവസ്ഥയിലായതോടെ കല്യാണം, യോഗങ്ങൾ, കഥകളി അവതരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള വാടകയും ഇല്ലാതായി. കഥകളി അവതരണങ്ങൾക്ക് മേഖലയിലെ കോളേജുകളെയും അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയുമാണ് സംഘടനകൾ ആശ്രയിക്കുന്നത്. സർക്കാരിൽ നിന്നുള്ള ധനസഹായം നിലച്ചാൽ ആട്ടക്കഥ കൊണ്ട് സാഹിത്യ ചക്രവാളം പിടിച്ചടക്കിയ ഉണ്ണായി വാര്യരുടെ പേരിലുള്ള സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് കലാനിലയം അധികൃതർ വ്യക്തമാക്കുന്നു. ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സാംസ്കാരിക വകുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കലാനിലയം ഭരണസമിതി. TCV ഇരിങ്ങാലക്കുട. അതിരപ്പിള്ളി പൊകലപ്പാറയിൽ കാട്ടാനകൾ റോഡിലിറങ്ങിയതോടെ ചാലക്കുടി MLA-യുടെ അടക്കം 5 വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്നു സനീഷ് കുമാർ ജോസഫ് MLA അടക്കമുള്ളവർ. ഓലപ്പാറയിലെ ആനത്താരയിൽ 3 ആനകൾ റോഡിൽ നിലയുറപ്പിച്ചതോടെ അതുവഴി വാഹനങ്ങൾക്ക് കടന്നുപോകാനായില്ല. മണിക്കൂറുകൾക്ക് ശേഷം 3 ആനകൾ കാട്ടിലേക്ക് കയറിയപ്പോൾ ഒരു കുട്ടിയടക്കം 3 ആനകൾ വീണ്ടും റോഡിലെത്തി നിലയുറപ്പിച്ചു. പിന്നീട് ഫോറസ്റ്റ് അധികൃതരെത്തി ആനകളെ കാട്ടിലേക്ക് കയറ്റിവിടുകയായിരുന്നു. കുന്നംകുളം കുറുക്കൻപാറയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മല്ലാട് സ്വദേശി മൻസൂറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം കുറുക്കൻപാറ സ്വദേശി മണ്ടുമ്പാൽ വീട്ടിൽ ഷിബുവിനെയാണ് 2-അംഗ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. രാവിലെ നടക്കാനിറങ്ങിയ ഷിബുവിനെ ബൈക്കിലെത്തിയ 2 പേർ ആക്രമിച്ച് കടന്നുകളയുകയായിരുന്നു. ആക്രമണത്തിൽ കണ്ണിന് താഴെ കുത്തേറ്റ് ഷിബുവിന്റെ എല്ലിന് പൊട്ടലുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു.
കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. പിരിവെടുത്ത് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറക്കാനാകാതെ അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓഫീസ് കെട്ടിടം നിർമ്മാണം പൂർത്തിയായെങ്കിലും ഉദ്ഘാടന ശേഷമാണ് ചോർച്ചയറിയുന്നത്. കൂടാതെ ഓഫീസിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ലഭിച്ചിട്ടില്ല. വൈദ്യുതി കണക്ഷനും കൂടി ഇല്ലാത്ത അവസ്ഥയിലാണ് കെട്ടിടം ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുന്നത്. പ്രളയം ബാധിച്ച സ്ഥലമായതിനാൽ ഫയലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഒന്നാം നിലയിൽ സൗകര്യമൊരുക്കിയപ്പോഴാണ് ചോർന്നൊലിക്കുന്ന അവസ്ഥയുണ്ടായത്. നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്ക് ഇടയാക്കിയതെന്ന് തിരിച്ചറിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഫെബ്രുവരി 29 നടന്ന ഉദ്ഘാടന ചടങ്ങ് ആഘോഷമാക്കാൻ ചിട്ടി നടത്തിപ്പുകാരിൽ നിന്ന് വരെ പിരിവെടുത്തിരുന്നു. നിന്നുതിരിയാൻ ഇടമില്ലാത്ത പഴയ ഓഫീസിൽ നിന്ന് സൗകര്യമുള്ള നല്ല ഓഫീസിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിച്ച് പിരിവ് നൽകിയവരും നിരാശയിലാണ്. പഴയ ഓഫീസ് ബലക്ഷയം സംഭവിച്ച അവസ്ഥയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് VR സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയുടെ പദ്ധതിയിലാണ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ഒരുക്കിയത്. ചോർച്ചയടച്ച് ഫർണിച്ചർ ഒരുക്കി വൈദ്യുതി കണക്ഷനും ലഭിച്ച ശേഷം ഇനി എന്ന് അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ് തുറക്കുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. TCV മാള. കുന്നംകുളം വട്ടംപാടം മുതുവമ്മലിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കൊച്ചന്നൂർ സ്വദേശികളായ ദിൽഷ, ദിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. പരിക്കേറ്റവരെ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ മണ്ണാംകുന്ന് പ്രദേശത്ത് പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റണമെന്നും അറിയിച്ച് പഞ്ചായത്ത് സെക്രട്ടറി കത്ത് നൽകി. മണ്ണാംകുന്ന് പ്രദേശത്തെ യുവജന സംഘം ക്ലബ്ബാണ് അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് സെക്രട്ടറി കെ മായാദേവി, ക്ലർക്ക് ശ്രീരാഗ്, ഓഫീസ് അസിസ്റ്റന്റ് ടിൻറ്റോ ജോൺസൺ എന്നിവർ സംഭവസ്ഥലം സന്ദർശിക്കുകയും ഗ്രാമപഞ്ചായത്ത് ഉത്തരവ് സംഭവസ്ഥലത്ത് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. MP കെ രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂൾ, DVLP സ്കൂൾ എന്നിവിടങ്ങളിലായി വേദികളിലായി 4 ദിനങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ 6700-ൽ പരം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. കുന്നംകുളം വടക്കേക്കാട് അഞ്ഞൂരിൽ യുവാവിന്റെ വീടിന് തീയിട്ടു. കുന്നംകുളം അഞ്ഞൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അജിത്തിന്റെ വീടിനാണ് തീയിട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അഞ്ഞൂർ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ പ്രതികാരമെന്നോണം വീട്ടുകാർ പെരുന്നാളിന് പോയ സമയത്താണ് തീയിട്ടിട്ടുള്ളത്. വീടിന് മുകളിലൂടെ തീ ആളിക്കത്തുന്നത് കണ്ട് നാട്ടുകാർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, ഷെഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ കൊടിയേറ്റം നടന്നു. ഫാദർ ബിജു പാണേങ്ങാടൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 23, 24 തീയതികളിലാണ് തിരുനാൾ. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളുടെ ആഭിമുഖ്യത്തിൽ ഖുർആൻ ടാലന്റ് ഷോയിൽ സ്വർണ്ണ മെഡൽ നേടിയ സിദ്ദിഖിയ മദ്രസ വിദ്യാർത്ഥി അഫ്നാൻ റിയാസിനെ മദ്രസ PTA കമ്മിറ്റി അനുമോദിച്ചു. ഖുർആൻ മത്സരത്തിൽ 1ാം സ്ഥാനവും ടാലന്റ് ഷോയിൽ 3ാം സ്ഥാനവും അഫ്നാൻ റിയാസ് കരസ്ഥമാക്കിയിരുന്നു. സമസ്ത മുഫത്തിഷ് ബാദുഷ അൻവരി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് TK നസീർ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് മിസ്ഹബ് ഹുദവി, അസിസ്റ്റന്റ് സദർ ജസീം ഹുദവി, സ്വദർ സുലൈമാൻ,
ദാരിമി മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. മേളത്തോടനുബന്ധിച്ച് പല പരിപാടികളും നടത്തിയിരുന്നു. അതിന് ശ്രദ്ധേയമായൊരു പരിപാടിയാണ് ഖുർആൻ ടാലന്റ് ഷോ എന്നുള്ളത്. 28 റേഞ്ചുകളിൽ നിന്ന് 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസകളിൽ നിന്ന് കുന്നുകുളം തുറക്കുളം മാർക്കറ്റിന്റെ വികസനം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് CPM കുന്നുകുളം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. TA ബേബി നഗറിൽ നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഭവീഷ് ആനായ്ക്കൽ സെക്രട്ടറിയായി 15 അംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ആനായ്ക്കൽ സെന്ററിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ഭവീഷ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, സീതാ രവീന്ദ്രൻ, PG ജയപ്രകാശ്, KB ഷിബു എന്നിവർ സംസാരിച്ചു. അതിനുശേഷം ജില്ലാ സമ്മേളനവും അതിനുശേഷമാണ് പാവറട്ടി പഞ്ചായത്തിൽ കേരളോത്സവം ഈ മാസം 23, 24, 30, ഡിസംബർ 1 തീയതികളിൽ നടത്തും. സംഘാടക സമിതി യോഗത്തിൽ പ്രസിഡന്റ് MM റജീന അധ്യക്ഷയായി. സിബി ജോൺസൺ, ജോസഫ് ബെന്നി, വിമല സേതുമാധവൻ, ജെറോം ബാബു, TK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഹോസ്പിറ്റൽ ഡേ ആഘോഷം സംഘടിപ്പിച്ചു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ട്രഷറർ മോൺസി, ഡോക്ടർമാരായ അഖിൽ പോൾ, തിലകൻ, അജിത്, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡിക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. It's 8:17 p.m. ഒല്ലൂക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. ശാസ്താംപാട്ടിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഒല്ലൂക്കര ചെറുകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് നടന്നു. നെട്ടിശ്ശേരി കൃഷ്ണൻകുട്ടി നയിച്ച ശാസ്താംപാട്ടും ചോച്ചേരിക്കുന്ന് അജിന്തശ്വക്തി നയിച്ച കാവടി ചിന്തും ദേശവിളക്കിന് അകമ്പടിയായി. ഹരിതകർമ്മസേന യൂസർ ഫീയിൽ ജില്ലയ്ക്ക് അഭിമാനമായി ചാവക്കാട് നഗരസഭയിലെ 9ാം വാർഡ്. ഒരു വർഷം നിരന്തരമായി 100% യൂസർ ഫീയാണ് വാർഡ് കൈവരിച്ചത്. വാർഡിലെ ഹരിതകർമ്മസേനയ്ക്കുള്ള ആദരവും കുടുംബങ്ങൾക്കുള്ള ഹരിതഭവന സർട്ടിഫിക്കറ്റ് വിതരണവും നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളുടെയും ആദരിച്ചു. കൌൺസിലർ KV സത്താർ അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ദിലീപ്, ഫിറോസ്, തൈപ്പറമ്പിൽ, വൈശാഖ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദിൽ ഈ വർഷത്തെ മഹല്ല് കുടുംബസംഗമം നടന്നു. പള്ളി അങ്കണത്തിൽ നടന്ന കുടുംബസംഗമം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് M ഹയാത്ത് ഖാൻ അധ്യക്ഷത വഹിച്ചു. ജനാബ് PMA ഗഫൂർ വിഷയാവതരണം നടത്തി. ഡിവിഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, മഹല്ല് ജനറൽ സെക്രട്ടറി അബ്ദുൾ ബാസിദ്, മുത്തലവി PC സിയാദ്, ജോയിന്റ് സെക്രട്ടറി AG അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. 15 വയസ്സ് മുതലുള്ള അനുഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു പൊതു സംഘടനാ പ്രവർത്തകനായിരുന്നു. വിശ്വാസത്തിന്റെയും ആരാധനയും എല്ലാം പല ചിന്തകൾ കൊണ്ട് വിഭിന്നമായിട്ടുള്ള മസ്ജിദുകളും ചിട്ടകളും ശീലങ്ങളും ഒക്കെയുണ്ട്. ഒരു വിഭാഗത്തിലെ മറ്റൊരു വിഭാഗത്തിന്റെ പള്ളിയിൽ സദൈര്യം കയറി ചെന്ന് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യവും പ്രാർത്ഥന നിർവഹിക്കാനുള്ള അവകാശവും ഉണ്ടോ എന്നെനിക്കറിയില്ല. സാംസ്കാരിക തലസ്ഥാനത്തിന്റെ തിലകക്കുറിയായിട്ടുള്ള ചെട്ടിയങ്ങാടി പള്ളിയിൽ ആർക്കും മറ്റൊരു വിലക്കുമില്ല എന്നുള്ളതാണ് ഞങ്ങളെല്ലാം അഭിമാനം കൊള്ളിക്കുന്ന.
എളവള്ളി പഞ്ചായത്തിലെ താമരപ്പിള്ളി മുതൽ ചൊവ്വല്ലൂർ പടി വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചിറ്റാട്ടുകരയിൽ നിന്നും തൃശൂരിലേക്ക് എത്താനുള്ള പ്രധാന റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ കനത്ത മഴയുള്ള സമയത്താണ് താമരപ്പിള്ളി മുതൽ ചൊവ്വല്ലൂർ പടി വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഒരു മാസക്കാലമായപ്പോൾ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. 2024 ഒക്ടോബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു. നബാർഡിന്റെ കീഴിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. സ്ലാബ് നിർമ്മാണത്തിനായി കെട്ടിവെച്ച കമ്പികളെല്ലാം തുരുമ്പിച്ച നിലയിലാണ്. പൊളിച്ചിട്ട കാനയുടെ സമീപം അപായ മുന്നറിയിപ്പുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. നിർമ്മാണ സാമഗ്രികളും റോഡിൽ പരന്നു കിടക്കുകയാണ്. ഇതുമൂലം ഇരുചക്ര വാഹനയാത്രക്കാർ പലപ്പോഴും അപകടത്തിൽപ്പെടാറുള്ളതായി പരാതിയുണ്ട്. ഏകദേശം 6.7 കിലോമീറ്റർ നീളം വരുന്ന ഈ റോഡിന്റെ പണികൾ ഫെബ്രുവരി 2024 ആരംഭിച്ച് ഒക്ടോബർ 2024 സമാപിപ്പിക്കേണ്ട ഒരു വർക്കാണത്. നബാർഡിന്റെ കീഴിൽ നടക്കുന്ന ഈ വർക്ക് മെയ് മാസത്തിൽ കനത്ത മഴയിലാണ് ആരംഭിച്ചത്. പല കാനകളും പണിതത് തന്നെ അശാസ്ത്രീയമായ രീതിയിൽ പണിയുകയും കാനകൾ ചിലത് എങ്ങും ചെന്നെത്താത്ത രീതിയിൽ പാതി വഴിയിൽ പണിത് ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. 1.5 മാസമായിട്ട് ഒരു പണിയും നടക്കുന്നില്ല. നല്ല വേനൽക്കാലമാണ്, പണി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. ആ സമയത്ത് പോലും പണി നടക്കുന്നില്ല. ചില സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടതെന്നും എത്രയും വേഗം തടസ്സങ്ങൾ നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും എളവള്ളി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. TC വിനോസ്, പാവറട്ടി. UAE പ്രവാസി മലയാളികളുടെ സേവനം കൂട്ടായ്മയുടെ ജില്ലാ സംഗമം മനക്കൊടിയിൽ നടന്നു. GDPS കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ അനിൽ തടാലിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ രക്ഷാധികാരി പുരുഷോത്തമൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി, കൂട്ടായ്മ പ്രതിനിധികളായ കജോൾ, രാജി, അനിൽ, വനജ വിമൽ, റീന ദേവദാസ്, സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി അരിമ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. സമിതി അംഗങ്ങളായിരിക്കെ മരണപ്പെട്ട PS ഷാജു, മാലതി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് 5 ലക്ഷം രൂപ വീതം കൈമാറിയത്. സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ധനസഹായം കൈമാറി. ജില്ലാ പ്രസിഡന്റ് PT ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സമിതി ഏരിയ സെക്രട്ടറി KL ജോസ്, അരിമ്പൂർ യൂണിറ്റ് സെക്രട്ടറി VT ജോൺസൺ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സച്ചിൻ കാട്ടിൽ, KM സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രുചി വൈവിധ്യം നിറയ്ക്കാൻ പാചകപ്പുര തയ്യാർ. നഗരസഭാ ടൗൺ ഹാളിൽ മിനി ഹാളിൽ ഒരുക്കിയിട്ടുള്ള പാചകപ്പുരയിൽ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പാലുകാച്ചൽ ചടങ്ങ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. കൌൺസിലറും ഫുഡ് കമ്മിറ്റി ചെയർമാനുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, നഗരസഭാ കൌൺസിലർമാരായ ബിജു സി ബേബി, ലബീബ് ഹസൻ, മിനി മോൺസി, ഫുഡ് കമ്മിറ്റി കൺവീനർ പ്രജീഷ് തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. പാചക വിദ്വാൻ നെല്ലങ്കര ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. കേദാർനാഥിലെ മുഖ്യ പുരോഹിതൻ റാവൽജി നെല്ലുവായ് ക്ഷേത്രം ദർശനം നടത്തി. റാവൽജിക്കൊപ്പം സഹപുരോഹിതരും ധന്വന്തരി മൂർത്തിയെ വണങ്ങാനായിത്തീരുന്നു. കേരളത്തിലേക്ക് ക്ഷേത്ര ദർശനത്തിനായി ആദ്യമായാണ് കേദാർനാഥിൽ നിന്നും റാവൽജി വരുന്നത്. ക്ഷേത്രത്തിലെത്തിയ റാവൽജിയെ ദേവസ്വം ഓഫീസർ PB ബിജു പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. കലാ സാമൂഹ്യ മാറ്റം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന തൃശൂർ പീപ്പിൾസ് തിയേറ്ററിന്റെ 10ാം വാർഷികവും വെറൈറ്റി വോയ്സിന്റെ 5ാം വാർഷികവും ആഘോഷിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന വാർഷിക ആഘോഷങ്ങളിൽ പീപ്പിൾസ് തിയേറ്റർ രക്ഷാധികാരി ഡോക്ടർ AC ജോസ്, പ്രസിഡന്റ് KS ശിവരാമൻ, ആർട്ടിസ്റ്റിക് ഡയറക്ടർ PD പൗലോസ്, ED ഡേവിസ്, ആന്റണി കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കരിവീട്ടി, വയസ്സന്മാർ എന്നീ നാടകങ്ങളും സംഗീത പരിപാടിയും അരങ്ങേറി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6960 രൂപ, പവന് 55,680 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3219 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വീറും വാശിയും നിറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂട് ഇന്ന് കൊട്ടിക്കലാശം. ആവേശത്തോടെ മുന്നണികൾ, 20-ന് വോട്ടെടുപ്പ്. ചിലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്നും കണ്ടെത്തണമെന്ന സർക്കാർ നിലപാടിൽ ആശങ്കയോടെ ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് അധികൃതർ. അതിരപ്പിള്ളി പുകലപ്പാറയിൽ റോഡിലിറങ്ങി കാട്ടാനകൾ. MLAയുടെ അടക്കം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിയത് മണിക്കൂറുകളോളം. കുന്നംകുളം കുറുക്കൻപാറയിൽ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. മല്ലാട് സ്വദേശി മൻസൂറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും തുറക്കാനാകാതെ അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ്. കെട്ടിടത്തിന്റെ ചോർച്ചയും വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതുമാണ് പ്രതിസന്ധിയാകുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.